തലക്കിയിടാൻ അച്ഛൻ കയറ് കെട്ടിയത് മകൻ്റെ ഓഹരിയിലെ ഒരു തെങ്ങിൽ. തലയ്ക്ക് മീതെ വളർന്ന മകൻ കയറ് വെട്ടിമുറിച്ചു വിട്ടത് മാത്രമല്ല, അച്ഛനെ പരലോകത്തേക്ക് അയക്കുകയും ചെയ്തു. കൂലിപ്പണിക്കാരനായ രാജേന്ദ്രന് 8ന്റെ പണി കൊടുത്തത് 3 ആൺമക്കളിൽ മൂത്തവൻ രാജേഷ്. കൂടപ്പിറപ്പിന് പറ്റിയ ഈ ദുരന്തത്തിലും സഹോദരൻ്റെ മകനെ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെ. സംഭവം ഒരു അശരയാതെയാണ്. അശ കെട്ടിയ തുണി കൊണ്ടുവന്നപ്പോൾ തുണി ഇടാതായില്ലാത്തതുകൊണ്ട് അശ വെട്ടി നിർത്തി. അപ്പോൾ ഇവൻ അവിടെ നിന്ന് പള്ളും വിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ ഇവൻ്റെ അണ്ണൻ്റെ കയ്യിൽ ഒരു പിച്ചാത്തിരുന്ന് അമ്മ എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ഇറങ്ങി തലയിൽ കൊണ്ടു. അപ്പോൾ ആ വിഷമത്തോടെ ഇവൻ ചെന്ന് ഒരു തടി കഷ്ണം എടുത്തുണ്ടെന്ന് അടിച്ചെന്ന് പറയും. കയറ് വെട്ടിമുറിച്ചത് ചോദ്യം ചെയ്ത് മകനോട് വേർത്തപ്പോൾ ലഹരിയുടെ ആനന്ദത്തിൽ അച്ഛനെ തിരിച്ചറിയാതിരുന്ന രാജേഷ് വീടിൻ്റെ മുറ്റത്ത് കിടന്ന് വിറകുകൊള്ളി കൊണ്ട് അയാളെ അടിച്ചു. അടികൊണ്ട് പിറകോട്ട് പോയി രാജേന്ദ്രൻ വീണത് കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ. 11 ദിവസം ബോധമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ. ഒടുവിൽ ആ പിതാവിൻ്റെ ജീവൻ പൊലിഞ്ഞു. അന്ന് അവനും കുടിച്ചിരുന്നു. അണ്ണൻ ജോലിക്ക് കിണർ ഇറച്ചിട്ട് വന്നവരാണ്. വന്നാണ് അണ്ണൻ തുണി നനച്ച് കൊണ്ടിടാൻ വന്നപ്പോൾ ഇവിടെ തുണി നിരത്തിയിട്ടിരുന്നു. അപ്പോൾ ഇതിനകത്ത് വേറെ ഏത് പയ്യന്മാരുണ്ടായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ അണ്ണൻ പറഞ്ഞു, എടാ നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് ഇത്രയും ബാക്കാണ്ടിയെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവൻ അവിടെ നിന്ന് ചാടി എടിച്ച് ഇന്ന് എന്തിനെ പറഞ്ഞപ്പോൾ ഇവൻ പിച്ചാത്തി എടുത്ത് എറിഞ്ഞു കൊടുത്തു. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ച് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി കുറ്റം സമ്മതിച്ചു. ആക്കെടുക്കുന്ന എല്ലാവരും അവനെ പറ്റി തന്നെ നല്ലതേ പറയുന്നുള്ളൂ. ആരും ഇച്ചിപ്പോൾ ഒന്നും പറയുന്നില്ല. മക്കളുമായിട്ട് ഇങ്ങനെ ഒരു കൂടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതാണ് ഞങ്ങൾക്ക് അത്ഭുതം. അവർ അപ്പനും മക്കളും നല്ല സ്നേഹത്തോടെ ജീവിച്ചിരിക്കുന്നത്. എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നലെ ഞാൻ ഷാറ്റിംഗ് ചെന്ന് എൻ്റെ ജീവൻ പോയി തല തട്ടി. മക്കളെ എന്തിന് മക്കളെ ഇങ്ങനെ ചെയ്തെന്നിട്ട് നീ ഒരു കയ്യോ കാരണം ഓടിച്ചിട്ട് ഒന്നും ഇട്ടില്ല. പൊട്ടന്മാരിയ്ക്കുമ്പോൾ ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു. മകന്റെ കൈകൊണ്ട് മരിക്കപ്പെട്ട രാജേന്ദ്രന്റെ ശവശരീരം ഒരു നോക്ക് കാണാൻ തിങ്ങി നിറഞ്ഞ നാട്ടുകാർക്കിടയിൽ പറയാനുള്ളത് ഇങ്ങനെയാണ്. ഈ രാജേഷ് അങ്ങനെ പിന്നെ അച്ഛനെ കൊന്ന രാജേഷ് അങ്ങനെ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുന്ന ആളാണോ? ഈ അങ്ങനെ പോണ പയ്യനല്ല. എന്തോ അങ്ങനെ ആയി. ആ സംഭവം നടന്നപ്പോൾ എന്തായാലും നമുക്കറിയാൻ പറ്റും. മദ്യത്തിന്റെ പുറത്തൊക്കെ ഉള്ള സംഭവം. രണ്ടുപേരും വെള്ളം ശരിക്കും വെള്ളമായിരുന്നു. എല്ലാം പറഞ്ഞ അങ്ങനെയാണ് അറിഞ്ഞത്. അതിനപ്പുറത്ത് അച്ഛനൊന്നും നോക്കിയില്ല. സമയം നോക്കാൻ പറ്റില്ലല്ലോ. വെള്ളമില്ല വയറ്റിനകത്ത് കിടക്കണം. അപ്പം എന്തിനാ അറിയാൻ പറ്റും. പിച്ചാത്തി അങ്ങനെ എടുത്തെറിഞ്ഞു. പിച്ചാത്തി എറിഞ്ഞല്ല, രാജേഷിനെ അണ്ണൻ വെട്ടിയെന്നാണ് പറയണത്. രാജേഷിനെ പിന്നെ കണ്ടായിരുന്നു? പിന്നെ കണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു. അവൻ പോയില്ല. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അന്ന് പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. അന്ന് പോലീസ് വന്നിരുന്നു. ഒരു ഫോട്ടോ എടുത്തിട്ട് പോയി. അത്രേ ഉള്ളൂ. അദ്ദേഹം ഹോസ്പിറ്റലായപ്പോഴത്തേക്ക് രാജേഷിനെ ചെയ്ത് അങ്ങനെ ഒരു കേസൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ വരെ രാജേഷ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് മരിച്ചു കഴിഞ്ഞിട്ടാണ് അറസ്റ്റ്. വൈകുന്നേരം 4-4:30 മണിയിലുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതുകൂടെ അറസ്റ്റ് ചെയ്യില്ല. അങ്ങ് അവിടെ നിന്നപ്പോഴാണ് മോനെ കൊണ്ടുപോയി. മോൻ കൊണ്ട് കാണിച്ചതല്ല, പിന്നെ വീട്ടിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിമൈൻഡ് ചെയ്യേണ്ടി വരും. ഒരു 15 ദിവസം കഴിഞ്ഞ് ഇറക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ആ പയ്യൻ പറഞ്ഞു കൊണ്ട് കാണിച്ചാണ് അങ്ങനെ പറ്റേണ്ട പേരാണ്. സംഭവ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഇളയ മകന്റെ ഭാര്യയിൽ നിന്ന് മൊഴിയെടുത്ത് ഫോറൻസിക് വിദഗ്ധരും തെളിവെടുപ്പ് നടത്തി. രണ്ട് പയ്യന്മാരുമില്ലായിരുന്നു. അമ്മര് എന്താ യാതൊരു കോവില് അണ്ണൻ്റെ ഭാര്യ വേറെയാണ്. അത് 9-10 മാസമായി വേറെയാണ് പോയ. പിന്നെ ഇതിൽ കടക്കുട്ടി മരുമോളെ ഉള്ളു വരുന്നു. ലാസ്റ്റ് മരുമോളെ വീടുകളല്ല. ഇത് തന്നെ. ഇത് 3 ഇത് തന്നെ. എൻ്റെ മൈനീര സ്ഥലം തന്നെ 3 മക്കൾക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അല്ല വേറെ വേഴക്കാൻ്റെ അങ്ങനെയൊന്നുമില്ല. നല്ല സഹകരിച്ച് പോയ ഒരു പിന്നെ എന്താണ് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത് നമുക്കും അറിഞ്ഞുകൂടാ. ഒരു സ്നേഹം തന്നെ. അപ്പൻ എന്തെങ്കിലും വന്നാൽ മോനൊക്കെ എത്തുന്നത് തന്നെ. പിള്ളേക്ക് എന്ത് പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവൻ്റെ എന്തിനു കേട്ടിട്ട് അവന് ഒരു ചെറുത്തിയില്ല. ഇതെല്ലാം കുടിയിൽ വെള്ളത്തിൻ്റെ ഭർത്തിയാണ് ഇതെല്ലാം നടന്നത്. അച്ഛനൊന്നും നോക്കിയില്ല. ഞാൻ അവിടെ നിന്ന് എത്തി അടിച്ച അണ്ണ ഈ സ്ലാബിൻ്റെ ഭർത്തിയാണ് വീഴുന്നത്. മണ്ടച്ചോറൊക്കെ മൊത്തം പോയി. പിന്നെ ഒന്നുമില്ല. ഞാൻ 2 ഇര ഞാൻ 3 ഇര ഞാൻ പോയി കാണാത്തില്ല. അങ്ങനെ ഭയങ്കര വിഷമമൊക്കെയായിരുന്നു. ഇന്നലെയും ഞാൻ മോശറിയിച്ചപ്പോൾ ഒരുപാട് നേരം നിന്ന് കാണാൻ പറ്റില്ല. കാര്യം പറയാത്തില്ല. എൻ്റെ മൂത്ത വെച്ച് നിങ്ങൾ കൊണ്ടുപോയി. മൂത്ത വെച്ച് കൊണ്ടുപോയി അവൾ ടി വി ഇന്നലെ കാണിച്ചു.
ഇത് അറിയപ്പെടുന്നത് അച്ഛൻ മകനെ അച്ഛൻ ഒന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ പറയുന്നു എന്താണെന്ന് നമുക്കിപ്പോൾ അതുകൊണ്ട് അത് ഒരു ദുഃഖം. തള്ളയാണെങ്കിൽ അങ്ങറ്റം അതും അങ്ങനത്തെ. അപ്പോൾ അതിനെയും കൊണ്ടുപോകുമ്പോൾ എൻ്റെ അണ്ണൻ്റെ പിള്ളേർ അതും ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. ഒന്നിനും ഒരു സമാധാനം ഇല്ലാത്ത ജീവിതം ആശം കഴിക്കണമാണ് രാജേന്ദ്രൻ ചുമത്തിയൊക്കെ പണി അതിന് 3 മക്കളാണല്ലോ. ഇപ്പം 4 പേരുണ്ട്. ശരി. അങ്ങനെ ഇങ്ങനെ ആസ്ത്രി കൊണ്ടുപോയി ഓർമ്മ വരുന്നില്ല. എന്താണ് സംഭവം എന്ന് അപ്പോഴേ അറിയുന്നില്ല. പിന്നാണ് അറിഞ്ഞത്. പിന്നെ ഓപ്പറേഷൻ വേണം പറഞ്ഞു. അപ്പോഴും ആ വീടിനുള്ളിൽ നിന്നോ നിലയ്ക്കാത്ത നിലവിളിയിൽ ഒരമ്മ അലറിക്കരയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുക? എനിക്ക് വയ്യ.